എവ്രി വൺ ലുക്സ് അപ്പ് ടു ഇത് എന്തെങ്കിലും ഇങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ സംവെയർ സം ഡേ ഒരു പോർണോഗ്രാഫിക് ഫിലിം കാണും. അത് ആക്ച്വലി ഇസ് ഇറ്റ് ഗുഡ് ഓർ നോട്ട് ഗുഡ്? കോണ്ടെക്സ്റ്റ് അനുസരിച്ചിട്ട് പോണോഗ്രാഫി നല്ലതാണോ പൊട്ടയാണോ എന്നുള്ളത് അത് ഏത് ഒരു പാശ്ചാത്യത്തിലാണ് നമ്മൾ കാണുന്നത് എന്നതനുസരിച്ചിട്ട്. ഇപ്പോൾ ഒരു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നല്ല ബന്ധം ഉണ്ട്, നല്ല രീതിയിൽ അവരുടെ ലൈംഗിക ബന്ധം നടന്നു പോകുന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊരു കിക്ക് കിട്ടാൻ ഈ പോണോഗ്രാഫി വാച്ച് ചെയ്തുകൊണ്ട് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ രണ്ടുപേർക്കും പേടിയാണ് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഇത് കാണുമ്പോൾ അവർക്ക് കൂടുതൽ പേടിയും കൂടുതൽ അപകർഷതാബോധമാണ് ഉണ്ടാവുന്നത്. പിന്നെ ഈ പോണോഗ്രാഫിക് വീഡിയോ കണ്ട് ഇതെങ്ങനെ ചെയ്യണമെന്ന് പഠിക്കുക എന്ന് പറയുന്നത് ശുദ്ധ വെള്ളത്തിലാണ്. കാരണം അതുകൊണ്ട് നമ്മൾ പഠിക്കുകയല്ല ചെയ്യണത്, ആക്ച്വലി നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടാണ് വരുന്നത്. കാരണം ഈ പോണോഗ്രാഫി വീഡിയോസിലൊക്കെ ഈ കാണുന്നതിൽ ഫോർ പ്ലേ എന്ന് പറഞ്ഞ കാര്യത്തിന് ഒരു തരത്തിലുള്ളൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല. അതൊരു വെറും 2 മിനിറ്റോ 3 മിനിറ്റോ ഇൻ്റർകോഴ്സിനാണ് പ്രാധാന്യം കൊടുക്കണം. ഐഡിയലി പറഞ്ഞാൽ ഫോർ പ്ലേ ഒരു 60-65%, ഇൻ്റർകോഴ്സ് ഒരു 15%, ആഫ്റ്റർ പ്ലേ ഒരു 20-25% എന്നാണ് പറയണത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഇൻ്റർകോഴ്സിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അപ്പോൾ ഈ പോണോഗ്രാഫി വഴി കിട്ടുന്ന അറിവ് എത്രത്തോളം നമുക്ക് ശരിയായിട്ട് നമ്മുടെ പാർട്ട്ണറുമായിട്ടുള്ളൊരു ലൈഫിൽ ഉപകാരമാകും എന്നുള്ളത് ചോദ്യചിഹ്നമായിട്ട് തന്നെ ഇരിക്കുക.